സഹോദരന് ഹൈന്ദവത ബോധ്യപ്പെടണം, ക്രിസ്ത്യാനിസം പഠിക്കണം, ജൂതമതം പഠിക്കണം. അവരവരുടെ ആശയങ്ങളിൽ അവർ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ഷിർക്കിന്റെ ഇബാദത്തുകളിലേക്ക് 80% വരുന്ന ഓഡിയൻസിൽ 80% മുസ്ലിം നാമധാരികളായ ആളുകളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര ദുഃഖകരമാണ്. ഇത്രയും വലിയ ഇൽമും ദീനും മദ്രസയും വാദും നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചിട്ട് സിഹിർ പോക്കാനെന്നും പറഞ്ഞിട്ട് മറ്റു ആരാധനാലയങ്ങളിലേക്ക് കയറി ചെന്ന് ചുറ്റുകയും കറങ്ങുകയും തവാഫ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നേർച്ചയാക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്ന വരവ് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഇതുവരെ അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. ഖുർആൻ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരു പിശാചും ലോകത്തില്ല. ഖുർആൻ ഓതിയിട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരു പിശാചും അള്ളാന്റെ ഭൂമിയിലില്ല. ബാങ്ക് കേട്ടാൽ ഓടുന്ന ആളാ ശൈത്താൻ. പക്ഷേ അത് ഓതേണ്ട ആളുകളുടെ നാവിലൂടെ ഓതണമെന്ന് മാത്രം. ഏതെങ്കിലും ബോർഡും വെച്ചിട്ടേ ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയുന്ന ആളുകൾ, അവർ ഈമാനുണ്ടോ, അവർക്ക് ഇൽമുണ്ടോ? ഇതൊരു ഇൽമിന്റെ വിഷയമാണ്. ഇൽമില്ലാതെ കണ്ട പുസ്തകം വായിച്ചിട്ടെങ്ങാനും അസ്മാവും ദോൽസമാത്തും പറഞ്ഞിരുന്നാൽ അവർ ചെയ്യുന്ന പണി സിഹറിന്റെ പണിയാണെന്ന് പോലും അവർക്കറിയില്ല. സിഹറിന്റെ പണിയായിരിക്കും ഈ കള്ളിക്കൂട എഴുതുന്നത്. അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. അറിയണമെങ്കിൽ ഇൽമ് വേണം, അറിവ് വേണം. ശരീഅത്തിന്റെ ഇൽമ് പഠിക്കാത്ത ആളുകൾ ഇതിൽ ഇരിക്കാൻ തുനിഞ്ഞാൽ ആളുകളുടെ ഈമാനല്ലേ നഷ്ടമായി പോകുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമാൻ ഇതുപോലെയുള്ള ശിർക്കുകൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഖുർആന്റെ ആളുകളാവണ്ടേ? നമ്മൾ അള്ളാന്റെ ആളുകളിൽ റജബ് മാസമല്ലേ ഇത്? ശഅബാനും റമദാനും ആർക്കുള്ളതാ? അള്ളാന്റെ ഇബാദത്തിന് വേണ്ടി റബ്ബ് മാറ്റിവെച്ച സമയല്ലേ? അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണ്ടേ? നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണ്ടേ? നമുക്കിവിടെ തൊട്ടടുത്തുള്ള മഹാനായ കുമ്പോൽ സാദാത്യങ്ങൾ ഇവിടെ ഉണ്ട്. ഉസ്താദുമാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർ കൂടിയാണ് മഹാനായ ബംബ്രാൻ ഉസ്താദ് അവர்கள். ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? അവരോടൊക്കെ വന്നൊന്ന് മന്ത്രിച്ചൂതിയാൽ മഹാനായ കുഞ്ഞിക്കോയത്തങ്ങളുടെ അടുത്താണ്. അള്ളാഹുർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ കുടുംബത്തിലെ സാദാത്യങ്ങൾ, പാണക്കാട് കുടുംബം, മറ്റു സാദാത്യങ്ങൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഈ തൊട്ടടുത്ത ആരിക്കാടിയിലെ നമ്മുടെ കുമ്പോൽ സാദാത്യങ്ങളുടെ മുറ്റത്ത് ചെന്ന് ഒന്നില്ലെങ്കിൽ അവിടുത്തെ മഹാനുടെ ഉപ്പയുടെ മഖാം അവിടെ അല്ലേ, ഒന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത്, തങ്ങളെ കണ്ടില്ല എന്ന് വിചാരിക്കാം, അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് പോരാൻ പറയും. തങ്ങളെ കണ്ടു, ഒന്ന് ദുആ ചെയ്യണേ തങ്ങളെ, ഇങ്ങനെ പ്രയാസങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളും അള്ളാഹുവിന്റെ മുഖറബീങ്ങളുമായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവില്ലേ? അവരെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു തരൂലേ? അതിന് പകരം പച്ചയായ ശിർക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുക. ആരെന്ത് പറഞ്ഞാലും ഓക്കെ, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ പോവാ. ഈ പറഞ്ഞയക്കുന്നതോ യാ അല്ലാഹ്, എത്ര ഗുരുതരമായ തെറ്റ്. അല്ലാഹു തആല ബോധം നൽകട്ടെ. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഖനീഭവിച്ച ഇരുട്ടുകളാണ് ദുൽമ് എന്ന് പറയുമ്പോ, ദുൽമുകളിൽ ഏറ്റവും വലിയ ദുൽമ് അല്ലാഹുവിന്റെ അധികാരത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്, അല്ലാഹുവിന്റെ കഴിവിനെ വിശ്വസിക്കാതിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബെഡിൽ കിടന്നുപോയ പിശാചുബാധയേറ്റ ഒരു മനുഷ്യനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചൂതി കൊടുത്തപ്പോ ആ മനുഷ്യൻ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, മദീന പള്ളിയിലേക്ക് നടന്നു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം വേറെ ആളുകളൊക്കെ വന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും രോഗിയായി. ഫാറൂഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം അന്നേരം അവിടുത്തെ ആളുകൾ വന്ന് മന്ത്രിച്ചൂതി കൊടുത്തിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞു, തിൽക്കൽ ഫാത്തിഹ, ഉമർ എന്നവർ ഓതിയിരുന്ന ആ ഒരു ഫാത്തിഹയുടെ മഹത്വമേ. അന്നത്തെ കാലത്തുള്ള ആളുകൾ നമ്മളെക്കാളും എത്രയോ വലിയവർ തന്നെയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ട VVIP ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു ഇങ്ങനൊരു പണി ചെയ്യിച്ചത്. എന്തുകൊണ്ട്? സജ്ജനങ്ങളായ മനുഷ്യരുടെ നാവിൽ നിന്നും വരുന്ന ഫാത്തിഹയ്ക്ക് ഫലമുണ്ട്, അവരോതുന്ന ദുആഇന് പ്രതിഫലമുണ്ട്, അവരോതുന്ന അദ്കാറുകൾക്ക് അഫറുണ്ടായിരിക്കും. അതുകൊണ്ട് പൈശാചിക ബാധയോ സിഹർ ബാധയോ കണ്ണേറോ എന്തോ ആകട്ടെ, ശരീഅത്തിന്റെ അല്ലാഹു അംഗീകരിച്ച വിശുദ്ധ ഖുർആനും ഹദീസുകളുടെയും ഔറാദുകളുടെയും ദിക്റുകളുടെയും ഫലത്താൽ
ഉപകാരപ്പെടാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഈ ലോകത്തില്ല. എല്ലാറ്റിനും പരിഹാരം അല്ലാഹുവിന്റെ കലാമിലുണ്ട്. അതറിയുന്ന ആളുകളെ തേടി പിടിക്കണമെന്ന് മാത്രം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. പുണ്യനബിയെ പറഞ്ഞു കൊടുക്കണേ ജനങ്ങൾക്ക്. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇറക്കി തരുന്നുണ്ട്. മാ ഹുവ ശിഫാഉം വറഹ്മ, മുഅ്മിനീങ്ങൾക്ക് ശിഫയും അവർക്ക് റഹ്മത്തും ഈ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ കലാമല്ലേ പറയുന്നത്. ജനങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട് ഇതില്. ശരീരത്തിന് ശിഫയുണ്ട്, മനസ്സിന് ശിഫയുണ്ട്, ഖൽബിന് ശിഫയുണ്ട്. വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് ഇവിടെ വിശുദ്ധ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ولا يزيد الظالمين إلا خسارا. ഖുർആനിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടനെ പറയുന്ന ളാലിമീങ്ങൾ അവരാരാണ്? അക്രമികൾ, വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതിരിക്കുന്നവര്, വിശുദ്ധ ഖുർആനിന്റെ ശിഫയെ ബോധിക്കാതിരിക്കുന്നവര്. ഇല്ലാ ഖസാറാ, അവർക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. സമ്പത്തിന് നഷ്ടം, ആരോഗ്യം നഷ്ടം, സമയം നഷ്ടം, ഈമാൻ നഷ്ടം. ഈ നഷ്ടമല്ലാതെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് അവർക്കാണ് ലാഭം. അത് അംഗീകരിക്കാത്ത ളാലിമീങ്ങൾക്ക് നഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു ചികിത്സയുടെ പേരിലും ഒരാത്മീയ ചികിത്സയുടെ പേരിലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകരുത്. പെണ്ണുങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പേടിക്കുന്നവരാണ്, നിങ്ങൾ പെട്ടെന്ന് കരയുന്നവരാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടാതെ വരും. ഓടാൻ പറഞ്ഞാൽ ഓടും, അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിയില്ലാതെ ചെയ്തു പോകരുത്. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.